ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സ്ക്രിബിൾഡ് ബെഞ്ച്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളൊരു ഫാമിലി മെമ്പറിനെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, അയ്യേ ഇതെന്താ ഒരു പുഴുവോ, ഇതെന്താ ഞങ്ങളെ ഫാമിലി മെമ്പർ ആവാൻ ചാൻസ്? അപ്പോൾ അതിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അന്നൊരു ചൊവ്വാഴ്ചേനു. അന്നാണ് ഞങ്ങൾക്ക് ഇവനെ ആദ്യമായിട്ട് കിട്ടുന്നത്. ഇവനോ ഇവളോ എന്നറിയില്ല കേട്ടോ. ഞാൻ തൽക്കാലം ഇവനെന്ന് തന്നെ വിളിച്ചോളാം. ഞങ്ങൾക്കിവനെ ഒരു കറിവേപ്പില മരത്തിൻ്റെ മുകളിൽ നിന്നായിരുന്നു കിട്ടിയത്. അമ്മ കറിവേപ്പില എടുക്കാൻ പോയപ്പോൾ അതാ നിൽക്കുന്നു ഇവൻ. എന്തായാലും ഇവിടെ താഴെ കടന്നാൽ മരിക്കാൻ പോകുകയല്ലേ, അപ്പം നമുക്ക് ഇവനെ വളർത്താമെന്ന് അമ്മ വിചാരിച്ചു. ഞങ്ങൾ അപ്പം എന്ത് ചെയ്തു, ഇവനെ ഒരു കുപ്പിയിലാക്കിയിട്ട് മണ്ണുണ്ട്, പിന്നെ കറിവേപ്പില തണ്ടുമുണ്ട്. ഞങ്ങൾ ഇവനൊരു പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് പിന്തു, ഞങ്ങളുടെ സ്വന്തം പിന്തു. അങ്ങനെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും സ്കൂൾ വിട്ടു വരുമ്പോൾ ഇവനെ നിരീക്ഷിക്കുന്നതായിരുന്നു ഞങ്ങളുടെ പണി. അങ്ങനെ ഇവൻ വളരാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ഫുൾ തണ്ട് കറിവേപ്പില തിന്നു കേട്ടോ. ഈ കാണുന്ന കറുത്ത മണിമണി ഫുള്ള് പിന്തുവിൻ്റെ പണിയാണ് ഗൈസ്. ഇവൻ്റെ സ്കിന്ന് കാണുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടൊരു വെൽവെറ്റിൻ്റെ ഒരു ടെക്സ്ചർ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ഇവന് ഇൻഫെക്ഷൻ കിട്ടേണ്ട വിചാരിച്ച് ഞങ്ങൾ തൊടാനൊന്നും പോയില്ല കേട്ടോ. 4 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവൻ്റെ മേത്ത് കുറേ തിളങ്ങുന്ന നൂലുകൾ കാണാൻ തുടങ്ങി. അപ്പോഴല്ലേ മനസ്സിലായത് ഇവനൊരു പ്യൂപ്പയാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കുക്കൂണാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കുറേ തിളങ്ങുന്ന നാരുകൾ? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് കുറച്ച് മെലിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കൂൺ അല്ലെങ്കിൽ പ്യൂപ്പ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കാറ്റർപില്ലർ, സാധാരണ പറയുമ്പോൾ ഒരു കാറ്റർപില്ലറിൻ്റെ ലൈഫിൽ അത് കുറേ ബട്ടർഫ്ലൈ ആവുമ്പോൾ അതിൻ്റെ മുമ്പത്തെ പ്രിപ്പറേഷനൊക്കെ ആണ്, ആ സ്റ്റേജിനെയാണ് നമ്മൾ പ്യൂപ്പ എന്ന് പറയുന്നത്. ആ നൂല് വെച്ചുണ്ടാക്കുന്നത് കുക്കൂൺ എന്നും. ഇസമയത്ത് ഇവർ ഭക്ഷണം കൂടി കഴിക്കാതെ ഇവരൊരു ധ്യാനത്തിലായിരിക്കും. ദാ കണ്ടില്ലേ, ഇവനിപ്പോൾ പ്യൂപ്പ സ്റ്റേജിലാണ്. ഞാനാണെങ്കിൽ ഇവിടെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവനെ കണ്ടിട്ട്. ഇനി കുറച്ച് ദിവസം ഇവൻ സമാധിയിലായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ഇവൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ മണ്ണും മാറ്റേണ്ടി വരുന്നില്ല, കറിവേപ്പിലേൻ്റെ തണ്ടും മാറ്റേണ്ടി വന്നില്ല. 10 ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോണ്ട് ഇവന് ഒരു ഡാർക്ക് ഗ്രീൻ കളറായിരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു, ഇവനെന്താ ഇങ്ങനെ, ഇവന് എന്തെങ്കിലും അസുഖമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ പുതിയ പിന്തുവിനെ കാണാൻ എനിക്കും അമ്മയ്ക്കും തിടുക്കമായി. പിന്തുവിനെ ഇപ്പോൾ കാണുമ്പോൾ ഒരു വവ്വൽ തലക്കീഴായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. ഗൈസ്, അന്ന് വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോൾ കണ്ട കാഴ്ചയാണിത്. എനിക്കൊക്കെ വളരെ സന്തോഷമായി. പിന്നെ അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പിന്തു പുറത്തിറങ്ങി. അമ്മയും ഭയങ്കര ത്രില്ലിലായിരുന്നു. പിന്തുവിനെ കാണാൻ എന്തൊരു ഭംഗിയാ, കറുപ്പ് തുണിയിൽ നിറയെ മുത്തുകൾ പിടിപ്പിച്ചതുപോലെയില്ലേ ഇപ്പോൾ പിന്തുവിനെ കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ പിന്തു പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇതാണ് പിന്തുവിൻ്റെ കളറ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് തുറന്ന് വിട്ടാലോ ഗൈസ്? നമുക്ക് പിന്തുവിനെ ഫ്രീ ആയിട്ട് വിടാം. അങ്ങനെ പിന്തു തൻ്റെ വീട് ഉപേക്ഷിച്ച് സ്വതന്ത്രനായി പറന്നുപോയി. അപ്പോൾ ഗൈസ്, നമ്മളെ കഥ കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഏറ്റവും കുത്തി കൊണ്ടുപോയിരുന്നു, പിന്നെ അത് മരിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ബട്ടർഫ്ലൈ ആവുന്നവരെ സംരക്ഷിക്കാൻ പറ്റി. ബാക്കി ജീവിതം അത് തന്നെ നോക്കിക്കോളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.